Node.js Chapter 2 എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് REPLനെ കുറിച്ചാണ്. REPL എന്ന് പറയുന്നത് റീഡ് ഇവാലുവേറ്റ് പ്രിന്റ് ലൂപ്പ് എന്നതിൻ്റെ ചുരുക്കരൂപമാണ് REPL എന്ന് പറയുന്നത്. സോ ഇതെന്ന് പറയുന്നത് ബേസിക്കലി ഒരു കൺസോൾ വിൻഡോ ആണ്. Node.jsൻ്റെ ഒരു കൺസോൾ വിൻഡോ ആണ്. സോ ഇതിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. സോ ഇതിൽ നമ്മളൊരു ജാവാസ്ക്രിപ്റ്റ് കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ലൈനിൽ തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. സോ ഇതുകൊണ്ടുള്ള ഗുണം നമുക്ക് എന്തെങ്കിലും ജാവാസ്ക്രിപ്റ്റ് കോഡ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ, സിമ്പിളായിട്ടുള്ള കോഡ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ ഒരു REPL ഓപ്പൺ ചെയ്ത ശേഷം നമുക്കത് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ടെർമിനൽ അല്ലെങ്കിൽ കമാൻഡ് ഓപ്പൺ ചെയ്യുക, കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുക. നമ്മളുടെ Node-v എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത നോഡിൻ്റെ വേർഷൻ കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നോഡ് എന്ന് കൊടുക്കുക, എൻ്റർ ചെയ്യുക. സോ നോഡ് എന്ന് കൊടുത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. ഇതുപോലെ ഒരു ആംഗിൾ ബ്രാക്കറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രേറ്റർ ദാൻ സൈൻ നമുക്ക് ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ ഇതെന്ന് പറയുന്നതാണ്, ഈ കാണുന്നതാണ് നമ്മുടെ Node.js REPL എന്ന് പറയുന്നത്, അഥവാ Node.js കൺസോൾ വിൻഡോ. ഇതിനുള്ളിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് കോഡ് എൻ്റർ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. ഉദാഹരണമായി ഞാനിവിടെ console.log വെൽക്കം ടു Node.js എന്ന് കൊടുക്കുന്നു. സോ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉടൻ തന്നെ അതിൻ്റെ റിസൾട്ട് ഇവിടെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും, വെൽക്കം ടു Node.js. സോ നമ്മൾ മുമ്പ് ഇത് ചെയ്തിരുന്നത്, നമുക്ക് ബ്രൗസറിൽ പോയതിനു ശേഷം നമ്മൾ കൺസോൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്റ്റിൽ കൺസോൾ ഓപ്പൺ ചെയ്തായിരുന്നു എല്ലാം ചെയ്തിരുന്നത്. ഇപ്പോൾ നമുക്ക് Node.js ഇൻസ്റ്റാൾ ചെയ്തതോടുകൂടി നമുക്ക് ബ്രൗസറിന് പുറത്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. ഉദാഹരണമായി നമ്മൾ ഇനി ഇതുപോലെ ഈ ടെക്സ്റ്റ് മാറ്റിയതിന് ശേഷം നമ്മൾ 10+20 എന്ന് കൊടുത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30 എന്ന് പറയുന്ന റിസൾട്ട് ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് കോഡ്സ് നമുക്ക് ഈ ഒരു REPL എന്ന് പറയുന്ന ഈ ഒരു എൻവയോൺമെൻറ്റിൽ നമുക്ക് റൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ഉദാഹരണമായി ഞാനിവിടെ var a = 10, അതുപോലെ var b = 20. സോ ഞാനിവിടെ a+b എന്ന് കൊടുത്താൽ ഉടനെ തന്നെ അതിൻ്റെ ആൻസർ എനിക്ക് താഴെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ a/b എന്ന് കൊടുത്താലും അതിൻ്റെ റിസൾട്ട് എനിക്ക് താഴെ ലഭിക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ നമുക്ക് മാത്തമാറ്റിക് ഓപ്പറേഷൻസും എല്ലാം ഇതുപോലെ ചെയ്യാൻ സാധിക്കും. സോ അതുപോലെ നമുക്കൊരു ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ ഫംഗ്ഷൻ്റെ പേര് ഞാൻ ഹലോ എന്ന് കൊടുക്കുന്നു. ഹലോ. താഴെ നമ്മൾ പ്രിൻ്റ് ചെയ്തത് console.log ഹലോ എന്നാണ് നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നത്. ഹലോ എന്ന് പറയുന്ന മെസ്സേജ് പ്രിൻ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ്. താഴെ വന്നതിന് ശേഷം നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇത് നമുക്ക് ഈ ഫംഗ്ഷൻ കോൾ ചെയ്യാം. സോ ഞാനിവിടെ ഹലോ നമുക്ക് കോൾ ചെയ്യണതുപോലെ ബ്രാക്കറ്റ് കൊടുത്ത് കോൾ ചെയ്യാം, എൻ്റർ ചെയ്യുക. സോ നമുക്കിവിടെ ഹലോ എന്ന് പറയുന്ന ആ ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് കോഡ്, നമ്മളിപ്പോൾ പഠിച്ച പോലെ ജാവാസ്ക്രിപ്റ്റ് കോഡ് നമുക്കിതുപോലെ ഈ Node.js REPL ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരു ടെർമിനലിൽ അല്ലെങ്കിൽ ഒരു കൺസോളിൽ നമുക്കിതുപോലെ റൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇനി നമുക്കിതിന് എക്സിറ്റ് ആവണമെങ്കിൽ, സോ ഇപ്പോൾ നമ്മൾ Node.js കൺസോളിലാണുള്ളത്. സോ നമുക്ക് എക്സിറ്റ് ആവണമെങ്കിൽ നമ്മൾ Ctrl+C പ്രസ് ചെയ്യുക. 2 തവണ Ctrl+C പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്നും എക്സിറ്റ് ആകാൻ സാധിക്കുന്നതായിരിക്കും. സോ നമ്മുടെ ടെർമിനലിൽ തന്നെ നമ്മൾ തിരിച്ചെത്തുന്നതായിരിക്കും. സോ നമുക്കിനി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ടെർമിനൽ, നമ്മുടെ വിൻഡോസ് ടെർമിനലിൽ തന്നെ എത്തുന്നതായിരിക്കും. സോ വീണ്ടും നമുക്ക് REPL ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ജസ്റ്റ് നോഡ് എന്ന് കൊടുത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ Node.jsൻ്റെ REPL ഓപ്പൺ ആവുന്നതായിരിക്കും. നെക്സ്റ്റ് നമുക്ക് തൽക്കാലം ഇത് ക്ലോസ് ചെയ്യാം. ശേഷം നമ്മൾ VS കോഡ് ഓപ്പൺ ചെയ്യാം. VS കോഡ് ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ ഒരു ആദ്യത്തെ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ആദ്യത്തെ പ്രോഗ്രാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം Node.js ഉപയോഗിച്ചിട്ടുള്ള. ഞാനിവിടെ ന്യൂ ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിന് ഞാൻ index.js എന്ന് പേര് കൊടുക്കുന്നു. index.js എൻ്റർ ചെയ്യുന്നു. സോ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇതിലൊരു കോഡ് എഴുതാൻ പോവുകയാണ്. സോ നമ്മളിവിടെ ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡ് എഴുതാം. സോ console.log നമ്മളിവിടെ ഹലോ വേൾഡ് എന്ന് എഴുതുന്നു. സ്ട്രിങ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. സോ ഹലോ വേൾഡ് എന്ന് എഴുതുന്നു. ഹലോ വേൾഡ്. ശേഷം സെമിക്കോളൻ കൊടുക്കാതെ നമുക്ക് ചെയ്യാം. സോ ശേഷം സേവ് ചെയ്യുന്നു. സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ ടെർമിനൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ടെർമിനൽ എന്നതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ന്യൂ ടെർമിനലിൽ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ നമുക്കൊരു ടെർമിനൽ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇതിൽ നമ്മൾ ഇനി Node.jsൻ്റെ സഹായത്തോടു കൂടി
നമുക്ക് ഈ ഒരു JS ഫയൽ എങ്ങനെ റൺ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മളിവിടെ നോഡ് എന്ന് കൊടുക്കുക, സ്പേസ് കൊടുത്ത ശേഷം index.js എന്ന് കൊടുക്കുക, എൻ്റർ ചെയ്യുക. index.js എന്ന് കൊടുത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഹലോ വേൾഡ് എന്ന് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് ഇത് സിംഗിൾ കോട്ടിനുള്ളിലും കൊടുക്കാം. അതുപോലെ നമുക്ക് ഇതിൻ്റെ ടെക്സ്റ്റ് ഒന്ന് നമുക്ക് മാറ്റി കൊടുക്കാം, ഹലോ Node.js. സേവ് ചെയ്യാം. പക്ഷേ നമ്മൾ വീണ്ടും ഇത് റൺ ചെയ്യുന്നു. സോ നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് നോഡ് index.js എന്ന് കൊടുക്കേണ്ടത് നിർബന്ധമില്ല. ജസ്റ്റ് ഇൻഡെക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് റൺ ചെയ്യാൻ സാധിക്കും. സോ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഹലോ Node.js എന്ന് ലഭിക്കുന്നതായിരിക്കും. സോ ഇത് നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ ഒരു VS കോഡിലെ ടെർമിനലാണ് ചെയ്തത്. സോ നമുക്ക് ഇനി ഇത് നമുക്ക് നമ്മുടെ മെയിൻ ടെർമിനലിലും നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റിവീൽ ഇൻ ഫയൽ എക്സ്പ്ലോറർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ ഏത് ഫോൾഡറിലാണോ ഇപ്പോൾ ഉള്ളത് ആ ഒരു ഫോൾഡർ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മൾ ജസ്റ്റ് ഇവിടെ ഈ ഒരു എക്സ്പ്ലോററിൻ്റെ ഈ ഒരു അഡ്രസ് ബാറിൽ വന്നതിന് ശേഷം നമ്മൾ ഇവിടെ CMD എന്ന് കൊടുക്കുക, CMD എന്ന് എൻ്റർ ചെയ്യുക. സോ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെർമിനൽ ആ ഒരു വിൻഡോയിൽ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. നിങ്ങൾക്കിവിടെ കാണാം കോഡിംഗ് Node.js ട്യൂട്ടോറിയൽ, നമ്മുടെ പ്രൊജക്റ്റ് എവിടെയാണോ ആ ഒരു ഫോൾഡറിൽ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. സോ ഇവിടെയും നമ്മൾ ഇതുപോലെ നോഡ് ഇൻഡെക്സ് എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഹലോ Node.js എന്ന് ലഭിക്കും. നമ്മളിപ്പോൾ ചെയ്തത് Node.jsൻ്റെ സഹായത്തോടു കൂടി നമ്മൾ JavaScript കോഡ് നമ്മുടെ ബ്രൗസറിന് പുറത്താണ് ഇപ്പോൾ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനു വേണ്ടിയാണ് നമ്മൾ Node.js ഉപയോഗിക്കുന്നത്. സോ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു.